ഈ സെലിബ്രിറ്റീസിനും ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ നമ്മുടെ ലൈഫിൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ റോൾസ് ഉണ്ട്. നമ്മൾ ഡെയിലി നമ്മുടെ മുഖം കണ്ണാടിയിൽ എത്ര വട്ടം കാണും? ഏറിപ്പോയി 3-4 വട്ടം. പക്ഷെ ഇതേ സെലിബ്രിറ്റീസിന്റെ മുഖം നമ്മൾ സിനിമകളിലും സീരീസിലും മാത്രമല്ല പരസ്യങ്ങളിലൂടെ എത്ര വട്ടം കാണുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു IPL മാച്ച് എടുത്താൽ ഒരു ദിവസത്തിൽ വെറും 3-3.5 മണിക്കൂർ മാത്രമാണ് ആ മാച്ച് ഉണ്ടാവുക. 2 ഇന്നിംഗ്സ് ഉള്ള ആ ഒരു മാച്ചിൽ ആദ്യത്തെ ഇന്നിംഗ്സിൽ 20 ഓവർ ഉണ്ടെങ്കിൽ ആ 20 ഓവറിലും 20 ബ്രേക്ക് ഉണ്ടാവും, 20 വട്ടം ആഡ് വരും. ഇതിന്റെ ഇടയിൽ 10 വിക്കറ്റ്, 2 ടൈം ഔട്ട്, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഒരു 10-40 ആഡ് വേറെ. സോ ഒരൊറ്റ ഇന്നിംഗ്സിൽ തന്നെ ഒരു 40-50 വട്ടെങ്കിലും മിനിമം ഒരൊറ്റ ആഡ് കാണും. പിന്നെ വരുന്ന ഇന്നിംഗ്സ് ബ്രേക്കിൽ ഇതേ സാധനം റിപ്പീറ്റ് അടിച്ച് പിന്നെ ഒരു 50 വട്ടം. ഇതേപോലെ തന്നെ സെക്കൻഡ് ഇന്നിംഗ്സിലും. സോ ഇൻ ടോട്ടൽ വെറും 3.5 മണിക്കൂറുള്ള ഒറ്റ മാച്ചിൽ ഒരു 150 വട്ടെങ്കിലും മിനിമം നിങ്ങൾ ഒരൊറ്റ ആഡ് റിപ്പീറ്റ് അടിച്ച് കണ്ടിട്ടുണ്ടാവും. ആൻഡ് ഈ ആഡ് ഷാരൂഖ് ഖാന്റെ റമ്മി കളിക്കുന്ന ഒരു ആഡാണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം മുഖം ഒരു ദിവസം എത്ര വട്ടം കണ്ടു? 3 വട്ടം. ഷാരൂഖ് ഖാൻ റമ്മി കളിക്കാൻ പറയുന്ന ആഡ് എത്ര വട്ടം കണ്ടു? 150 വട്ടം. സോ ഇപ്പൊ ഒന്ന് തിരിച്ചാലോചിച്ച് നോക്കുക, ഈ സെലിബ്രിറ്റീസിന് നമ്മുടെ ലൈഫിൽ എത്രത്തോളം റോൾ ഉണ്ട് എന്നുള്ളത്. ആൻഡ് ഇവരുടെയൊക്കെ തന്നെ റിയൽ ലൈഫും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. നമ്മൾ ഈ വിചാരിക്കുന്നത് പോലെയല്ല അവർ ഈ സിനിമകളിൽ പറയുന്നതല്ല അവർ റിയൽ ലൈഫിൽ ചെയ്യുന്നത്. ആൻഡ് ഇവരൊക്കെ തന്നെ നമ്മുടെ ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഇൻഫ്ലുവൻസ് 2 ടൈപ്പിലുണ്ട്. ദർ ഇസ് ഗുഡ് ഇൻഫ്ലുവൻസ് ആൻഡ് ബാഡ് ഇൻഫ്ലുവൻസ്. ഒരു ആക്ടർ അല്ലെങ്കിൽ ഒരു ആക്ട്രസ് അവരുടെ സിനിമകളിൽ ഒരുപാട് പേര് രക്ഷിക്കുന്നു, ഡ്രഗ് മാഫിക്കെതിരെ പൊരുതുന്നു. ആൻഡ് ഇത് തന്നെയാണ് അവരുടെ റിയൽ ലൈഫിൽ ചെയ്യുന്നതെങ്കിലും ദാറ്റ് ഈസ് ഗുഡ് ഇൻഫ്ലുവൻസ്. ഇതേ സമയം ഒരു ആക്ടർ അല്ലെങ്കിൽ ഒരു ആക്ട്രസ് സിനിമകളിൽ ഇതേപോലെ തന്നെ ഡ്രഗ് മാഫിക്കെതിരെ പൊരുതിയിട്ടു ആ സിനിമയുടെ ഇന്റർവ്യൂവിൽ തന്നെ ഡ്രഗ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പരസ്യത്തിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് കോൾഡ് ബാഡ് ഇൻഫ്ലുവൻസ്. സംഭവം ഇങ്ങനെ നമ്മൾ ഡെയിലി കണ്ട് ഈ ഇൻഫ്ലുവൻസേഴ്സിനെ നമ്മൾ ട്രസ്റ്റ് ചെയ്യാണ്, അറിഞ്ഞോ അറിയാതെ. ആൻഡ് ആ ട്രസ്റ്റ് ആണ് ആഡ് കമ്പനീസ് മുതലെടുക്കുന്നത്. ഉദാഹരണത്തിന് ഒരു സാധാരണക്കാരനാണ് ബൂസ്റ്റിന്റെ ആഡിൽ വരുന്നതെങ്കിൽ നമുക്ക് ആ പ്രൊഡക്റ്റ് നമ്മുടെ മനസ്സിൽ തങ്ങിയേ നിൽക്കില്ല. പക്ഷെ ഇതേ സമയം ഇപ്പൊ നമുക്ക് ബൂസ്റ്റ് കണ്ട ഓർമ്മ വരിക സച്ചിന്റെയും കോഹ്ലിയുടെയും ധോണിയുടെ ഒക്കെ തന്നെ ഫേസ് ആണ്. അവർ പറഞ്ഞിട്ടുള്ള വാക്കുകളാണ് ബൂസ്റ്റ് ഇസ് ദ സീക്രട്ട് ഓഫ് എനർജി എന്ന് സച്ചിൻ പറയുന്ന ഒരു വാക്ക് മാത്രമാണ് നമ്മുടെ തലയിൽ കയറി നിൽക്കുന്നത്. ബൂസ്റ്റ് കണ്ട ആ ഒരൊറ്റ മൊമെന്റിൽ അവർ ഉപയോഗിക്കാൻ പറഞ്ഞു, നമ്മൾ ഉപയോഗിച്ചു. പക്ഷെ ഇതിലൊന്നും ഒരു കുഴപ്പമില്ല. ഇതേപോലത്തെ പല നല്ല ആഡുകളുണ്ട്. ഇങ്ങനെയാണ് പ്രൊഡക്റ്റ് വിൽക്കുന്നത്, കൺസ്യൂമർ വാങ്ങുന്നതും. അറ്റ് ദ സെയിം ടൈം ഇതേപോലെ തന്നെ നമ്മുടെ ഹെൽത്തിനെ അഫക്ട് ചെയ്യുന്ന ഹാംഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇതേ സെലിബ്രിറ്റീസ് ഇതേപോലെ തന്നെ പറഞ്ഞ് നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നതെങ്കിൽ ദാറ്റ്സ് കോൾഡ് വെരി ബാഡ് ഇൻഫ്ലുവൻസിങ്. അതിനുള്ള ഒരു ഉത്തമ ഉദാഹരണം പാൻ പരാഗ്. ഖൈനി, ഗുട്ക, പുകയില, ജർദ, പാൻ മസാല അവ നിങ്ങളുടെ ജീവിതം താറുമാറാക്കും. വേൾഡിൽ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് ക്യാൻസർ കോസിംഗ് ഏജന്റ് ആണ് ഈ പാൻ. ആൻഡ് നമ്മുടെ ബോളിവുഡിലുള്ള ഒട്ടുമിക്ക എല്ലാ സ്റ്റാർസും ഈ സാധനം അനായാസം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. വലിയ പേരുകളായ ഷാരൂഖ് ഖാൻ, അക്ഷയ് കുമാർ, അജയ് ദേവ്ഗൺ, സൽമാൻ ഖാൻ, ടൈഗർ ഷ്രോഫ്, അമിതാഭ് ബച്ചൻ, സൈഫ് അലി ഖാൻ, ഗോവിന്ദ, രൺവീർ സിംഗ്, സഞ്ജയ് ദത്ത്, ഋത്തിക് റോഷൻ തുടങ്ങി ചെയ്യാത്തവരുടെ പേരായിരിക്കും ചുരുക്കം. ആക്ടേഴ്സ് മാത്രമല്ല, ആക്ട്രസ് ആയ പ്രിയങ്ക ചോപ്ര, അനുഷ്ക ശർമ്മ, സണ്ണി ലിയോൺ കൂടാതെ ക്രിക്കറ്റേഴ്സ് ആയ കപിൽ ദേവ്, ക്രിസ് ഗെയിൽ, സുനിൽ ഗവാസ്കർ, സേവാങ് തുടങ്ങി സൗത്ത് ഇന്ത്യൻ ആക്ടറായ മഹേഷ് ബാബു അടക്കം പലരും ഇത്തരത്തിലുള്ള പാന്റെ ആഡിൽ വരാറുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇവർ പാൻ ഇന്ത്യൻ സ്റ്റാർസ് ആണോ അതോ പാൻ ഇന്ത്യൻ സ്റ്റാർസ് ആണോ? ഇവർ കാരണം മാത്രം എത്ര പേരുടെ ലൈഫാണ് ഡാമേജ് ആവുന്നതെന്ന് ആലോചിച്ച് നോക്കൽ പോലും ഇല്ല. ആൻഡ് ഈ സാധനങ്ങളൊക്കെ തന്നെ പ്രൊമോട്ട് ആവുന്നത് മെയിൻ സ്ട്രീം മീഡിയയിലും IPL പോലെയുള്ള വലിയ പ്ലാറ്റ്ഫോംസിലും. ഇതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഈ സാധനങ്ങളുടെ കൺസപ്ഷൻ വളരെയധികം കൂടുതലാണ്. 6000 മുതൽ 7000 കോടി വരെയുള്ള ബിസിനസ്സുകളാണ് ഒരു വർഷം ഇന്ത്യയിൽ പാൻ പരാഗിന് മാത്രം നടക്കുന്നത്. ഇതുകൊണ്ട് തന്നെ 8-10 കോടി കൊടുത്ത് സെലിബ്രിറ്റീസിന് വെച്ച് ഇത്തരത്തിലുള്ള ആഡുകൾ ചെയ്യാൻ അവർക്ക് ഫണ്ടിങ്ങിന്റെ യാതൊരു വിഷയമില്ല. പക്ഷെ 10 കോടി രൂപ വാങ്ങിച്ച് നിങ്ങൾ ഈ ആഡ് ചെയ്യുമ്പോൾ 10 രൂപ പാക്കറ്റ് വാങ്ങിച്ചു കഴിക്കുന്ന ഒരാളുടെ ലൈഫ് അത് നിങ്ങൾ എങ്ങനെ കുളം തോണ്ടുന്നു എന്ന് ഒന്നും ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ റിയൽ ലൈഫും എൻറ്റയർലി ഡിഫറെന്റ് ആണെന്ന് പറയാം. പാൻ മസാല മാത്രമല്ല, ഇതേപോലെ തന്നെ ആൽക്കഹോളിന്റെ പ്രൊമോഷൻ പലതരത്തിലുള്ള ബ്രാൻഡ്സിന് വേണ്ടി പല സ്റ്റാർസും ഒരു ഉളുപ്പിലാണ്ട് ആഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഇതൊന്നും തന്നെ ഡയറക്റ്റ് ആയിട്ടുള്ള സാധനങ്ങളുടെ പ്രൊമോഷൻ അല്ല. പാൻ മസാല എന്ന് പറഞ്ഞ ഏലക്കപ്പൊടിയോ മൗത്ത് ഫ്രഷ്നറോ, ആൽക്കഹോൾ എന്ന് പറഞ്ഞ് സോഡ വെള്ളമോ അല്ലെങ്കിൽ മ്യൂസിക് സീഡികളൊക്കെ ആഡാണ്. ആരുടെ ഇന്നത്തെ കാലത്ത് മ്യൂസിക് സീഡി ഒക്കെ വാങ്ങുന്നത്? ആൻഡ് ഈ ആഡിലൂടെ കറങ്ങി തിരിഞ്ഞ് ആൾക്കാർ എത്തുന്നത് ഏലക്കപ്പൊടി എന്ന് പറഞ്ഞ് പാൻ മസാലയിലേക്കും സോഡ എന്ന് പറഞ്ഞ ആൽക്കഹോളിലേക്കും. ഇതിന് സർഗേറ്റ് അഡ്വർടൈസ്മെന്റ് എന്ന് പറയും. ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വേറെ സാധനത്തിന്റെ ആഡ് ചെയ്ത് ആൾക്കാരെ വഴിതിരിച്ച് വേറെ സാധനത്തിലേക്ക് എത്തിക്കും. സോ ഗവൺമെന്റ് തന്നെ ഇതിൽ ലൂപ്പ് ഹോൾസ് ഉണ്ട്, ഇതിന് പെർമിഷൻസ് കൊടുക്കുന്നുണ്ട്. അതിലൂടെയാണ് ഇവർ ഈ സാധനങ്ങളൊക്കെ ചെയ്യുന്നത്. അതെന്തോ ആയിക്കോട്ടെ. പക്ഷേ ഈ ബ്രാൻഡുകളെ പറ്റിയോ ഇത് ഉണ്ടാക്കുന്ന ആൾക്കാരെ പറ്റിയല്ല നമ്മൾ ഈ പറയുന്നത്. ഇതിന് വേണ്ടി ആഡ്സ് ചെയ്യുന്ന സെലിബ്രിറ്റീസിനെ കുറിച്ച് മാത്രമാണ്. ഒരു ലേശം എളുപ്പമാണ് ഇങ്ങനത്തെ സാധനങ്ങൾ ചെയ്യാൻ. സ്പൈഡർമാൻ എന്ന പടത്തിൽ അങ്കിൾ ബെൻ പീറ്റർ പാർക്കറിനോട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, നിങ്ങൾ എത്ര വലിയ സ്റ്റാർ ആണോ അത്രത്തോളം തന്നെ നിങ്ങൾക്കും ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഞാനൊരു സാധനം റെക്കമെൻഡ് ചെയ്യുമോ എന്റെ വാക്ക് കേട്ടത് ആൾക്കാർ വാങ്ങും. എന്നാൽ അത് വാങ്ങി കഴിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമോ എന്നുള്ളത് അറിയേണ്ടത് എന്റെ കൂടി ഉത്തരവാദിത്തമാണ്. സോ നിങ്ങൾക്ക് വേറെ എത്ര നല്ല ആഡുകൾ ചെയ്യാം. എന്തിനാണ് ഈ പാൻ പരാഗിന്റെ ആൽക്കഹോളിന്റെ ആഡ് പിന്നെ വലിച്ചു വരി എടുക്കുന്നത്? ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കരുത്. കഴിക്കണ്ടെന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരെ കൂടി ഇത് കണ്ട് കഴിപ്പിക്കുകയാണ്. ആൻഡ് നമ്മുടെ ഫിസിക്കൽ വെൽബീയിങ്ങിനെ ബാധിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല ഇവർ ചെയ്യുന്നത്, നമ്മുടെ സോഷ്യൽ ആൻഡ് മെന്റൽ ഹെൽത്തിനെ അഫക്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ
കാര്യങ്ങൾ ഇത്തരത്തിലുള്ള അനാവശ്യമായ ആഡ്സിലൂടെ വരുന്നുണ്ട്. അതിനുള്ള ഉദാഹരണമാണ് ഓൺലൈൻ ഗെയിമിങ്ങും ഓൺലൈൻ ബെറ്റിംഗ് ഒക്കെ. റമ്മി കമ്മി ബെറ്റിംഗ് സെറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് ഇതേ സെലിബ്രിറ്റീസ് തന്നെ വൻ രീതിയിലുള്ള പ്രൊമോഷൻസ് ചെയ്യുന്നുണ്ട്. ദേ ബിക്കം ദ ഫേസ് ഓഫ് ഇറ്റ്. ആൻഡ് വലിയ വലിയ സ്റ്റാർസ് മാത്രമല്ല, ചെറിയ ചെറിയ ഇൻഫ്ലുവൻസേഴ്സ് അടക്കം ഈ കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി മോട്ടിവേറ്റ് ആവുന്നുണ്ട്. കാരണം ഒരു ഉദാഹരണം എടുത്താൽ ഇപ്പൊ ഒരു റമ്മി ആപ്പിന്റെ പ്രൊമോഷൻ ഒരു 1 ലക്ഷം ഫോളോവറുള്ള ഒരു സാധാരണ ഇൻഫ്ലുവൻസറുടെ കയ്യിൽ ആ പ്രൊമോഷൻ എത്തുകയാണ്. ആള് നോക്കുമ്പോൾ ഷാരൂഖ് ഖാൻ അടക്കം അതിന്റെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെന്താ എനിക്ക് ചെയ്താന്ന് പറഞ്ഞാൽ ആളൊന്നും അറിയാതെ ചെയ്യും. പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഇതൊക്കെ ആരെ എഫക്ട് ചെയ്യുന്നുള്ളത് ഈ ചെറിയ ഇൻഫ്ലുവൻസർ ആലോചിക്കുന്ന പോലും ഇല്ല. ഓൺലൈൻ ഗെയിമിംഗ് ആപ്സ് മാത്രമല്ല, ഇതേപോലെ തന്നെയാണ് ഓൺലൈൻ ബെറ്റിംഗ് ആപ്സും. വീട്ടിലിരുന്ന് കോടികൾ നേടാം, വാഗമണ്ണിക്ക് ട്രിപ്പ് പോവാം എന്നൊക്കെ പറഞ്ഞ് വൻ പ്രൊമോഷൻ. ആൻഡ് ഇതൊക്കെ കളിച്ച് കളയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പറഞ്ഞ വാക്കും കേട്ട് കളിക്കുന്ന സമയത്ത് ആ പൈസ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ച് ട്രിപ്പ് പോവാടായി. ഇതിലൊന്നും ഹുക്ക് ആവരുത്. ക്രെഡിറ്റ് ബോണസ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സാധനങ്ങൾ തള്ളി ഇങ്ങനെ നമുക്ക് തരും. പക്ഷെ ഒരൊറ്റ കാര്യം ആലോചിച്ചാൽ മതി, ഒരാൾക്കും വെറുതെ ഒന്നും കൊടുക്കൂല. ആൻഡ് നിങ്ങൾ ഈ ആഡിൽ കാണുന്ന ഇൻഫ്ലുവൻസേഴ്സും സെലിബ്രിറ്റീസും ഒന്നും തന്നെ ഈ സാധനം കളിക്കാറുമില്ല, ഇതൊന്നും കഴിക്കാറുമില്ല. ഈ കാണിക്കുന്ന പാൻപരാഗിന്റെ ആഡിലടക്കം ഗ്രീൻ സ്ക്രീൻ ഇട്ട് VFX ചെയ്തിട്ടാണ് അവർ ആ സാധനം കഴിക്കുന്ന പോലെ കാണിക്കുന്നത്. ഇതേപോലെ തന്നെ ഈ ഗെയിംസ് കളിക്കുന്നവരും ഈ സാധനം ഒന്നും കളിച്ചു പോലും നോക്കിയിട്ടില്ല. പണ്ടൊക്കെ അത് വലിയ വലിയ ആൾക്കാർ മാത്രമാണ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ ചെറിയ ഇൻഫ്ലുവൻസേഴ്സ് അടക്കം ഇത് ചെയ്യുന്നുണ്ട്. ഇവരെ കണ്ട് പലരും ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട്. നമ്മുടെ മലയാളത്തിൽ തന്നെ ഉദാഹരണത്തിന് സഞ്ജു ടെക്കി, ആളുടെ ഒരു ബ്രേക്കപ്പ് വീഡിയോ ഉണ്ടായിരുന്നു. സോ പെണ്ണ് തേച്ചിട്ട് പോയി എന്ന് പറഞ്ഞ് കരഞ്ഞു ഒഴുകണ വീഡിയോന്റെ ഇടയിൽ ബെറ്റിംഗ് ആപ്പിന്റെ പ്രൊമോഷൻ. സത്യം പറഞ്ഞാൽ എന്നെ ഡൗൺ സമയത്താണ് ഞങ്ങൾ ബ്രേക്കപ്പ് അടിച്ച് പോയത്, അല്ലാണ്ട് ആൾക്കാരെ വിചാരിക്കണ പോലെ. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ ഏവിയേറ്റർ എന്നുള്ള ഗെയിം കളിച്ച് എങ്ങനെ നിങ്ങളുടെ ലൈഫിൽ എക്സൈറ്റ്മെന്റ് കൊണ്ടുവരാന്ന് ഞാൻ കാണിച്ചു തരാൻ പോണ്. സെയിം ടൈം നിങ്ങളുടെ ലക്കും കൂടെ ഇതിനകത്ത് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പറക്ക്. ഓ ഗൈസ്, 15,250. A few moments later. അവർക്ക് തന്നെ മനസ്സിലായി നിന്റെ സ്വഭാവം അല്ലെങ്കിൽ എന്തോ ഈ കാണിച്ചോണ്ടിരിക്കണം. ആരവേ ഇവന്റെ റിയൽ ലൈഫ് എന്താണ്, റിയൽ ലൈഫ് എന്താണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? സോ ഇങ്ങനെയാണ് നമ്മൾ ഈ കാണുന്ന സെലിബ്രിറ്റീസിനൊക്കെ തന്നെ ഫേസ്. പറയുന്നതൊന്ന് ചെയ്യുന്നത് വേറൊന്നും. ഇതിപ്പോ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കാണുന്ന മെയിൻ സ്ട്രീം മീഡിയാസോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസോ മാത്രമല്ല, നമ്മൾ അധികം ശ്രദ്ധിക്കാത്ത വാട്സാപ്പിന്റെയും ഇൻസ്റ്റാഗ്രാമിന്റെ ഒക്കെ ബ്രോഡ്കാസ്റ്റ് ചാനൽസിലടക്കം ഇത്തരത്തിലുള്ള വൻ പ്രൊമോഷൻസ് നടക്കുന്നുണ്ട്. മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഉള്ള അക്കൗണ്ട്സ്, അതിൽ വെറും 2-3 ഫോട്ടോസോ വീഡിയോസ് ഒക്കെ ഒരാഴ്ച പോസ്റ്റ് ചെയ്യും. ബാക്കി മുഴുവൻ ഇത്തരത്തിലുള്ള ആപ്സിന്റെ പ്രൊമോഷൻ. സോ ഈ ആഡൊക്കെ കാണുന്ന നോർമൽ ഓഡിയൻസിനോട് എനിക്ക് പറയാനുള്ളത്, സെലിബ്രിറ്റീസിന്റെ റിയൽ ലൈഫ് അല്ല റിയൽ ലൈഫ്, രണ്ടും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഫോർ എക്സാമ്പിൾ ഷാരൂഖ് ഖാൻ എടുത്താൽ, ആ ആക്ടറിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയുള്ള എല്ലാ പടങ്ങളും ഞാൻ ഫസ്റ്റ് ഡേ തന്നെ കാണാറുണ്ട്. ദാറ്റ് ഈസ് ഹിസ് റിയൽ ലൈഫ്. പക്ഷെ ആളുടെ ആഡിൽ വരുന്ന പെപ്സി ആള് കുടിച്ചിട്ടേ ഉണ്ടാവില്ല, പാൻപരാഗ ആള് കഴിച്ചിട്ടേ ഉണ്ടാവില്ല, റമ്മി ആള് കളിച്ചിട്ടേ ഉണ്ടാവില്ല. പക്ഷെ ഇതൊക്കെ ആര് ചെയ്യുന്നു? നമ്മൾ ചെയ്യും. ആൻഡ് ഇതിനൊക്കെ അഡ്വർടൈസ്മെന്റ് ചെയ്ത് ആൾക്ക് പൈസ കിട്ടും. ഇതൊക്കെ വാങ്ങി കഴിച്ച് നമുക്ക് ജീവൻ പോകുന്നു മാത്രം. ഷാരൂഖ് ഖാനെ മാറ്റി നിർത്തി വേറൊരു എക്സാമ്പിൾ എടുത്താൽ സമാന്ത, ആ ആക്ട്രസിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആള് പാൻപരാഗിന്റെ ആഡ് ചെയ്തു എന്നല്ല, പക്ഷെ റിയൽ ലൈഫിൽ ഐസ്ക്രീമിന്റെ ആഡ് വരും, പെപ്സിയുടെ ആഡിൽ സമാധാനം കാണാം, മാസ, മഞ്ച്, ഫാൻഡ തുടങ്ങിയ എല്ലാ സാധനങ്ങളുടെ ആഡിൽ സമാധാനം കാണാം. പക്ഷെ ഇൻ റിയൽ ലൈഫ് ഈ സമാന്ത ഷുഗർ ഡയറ്റിലാണ്. പഞ്ചസാര എന്ന് പറഞ്ഞ സാധനം ലൈഫിൽ തൊടാത്ത ആളാണ് ഇത്തരത്തിലുള്ള ആഡ്സിൽ മുഴുവൻ വരുന്നത്. ആൻഡ് ഈ ആഡ് കണ്ട് ഇതൊക്കെ വാങ്ങി കഴിക്കുന്ന ആര്? നമ്മൾ. സോ കൺസ്യൂമേഴ്സിന് ഇതൊക്കെ പേഴ്സണൽ ചോയ്സ് ആണ്. നമുക്ക് വേണമെങ്കിൽ കഴിക്കാം, വേണമെങ്കിൽ കഴിക്കണ്ട. പക്ഷെ ഒറ്റ കാര്യം മനസ്സിലാക്കിയെടുക്കുക, റിയലി കാണുന്നതല്ല റിയൽ ആയിട്ട് നടക്കുന്നത്. ആൻഡ് ഫോർ ദ ക്രിയേറ്റേഴ്സ് എനിക്ക് പറയാനുള്ളത്, ചെറുതും വലുതുമായ വലിയ വലിയ ഇൻഫ്ലുവൻസേഴ്സും സെലിബ്രിറ്റീസും സ്പോർട്സ് പേഴ്സൺസും ഒക്കെ തന്നെ നിങ്ങൾക്ക് എത്രയോ നല്ല ആഡുകൾ കിട്ടും. ഇമാരി കൂറ സാധനം ചെയ്യരുത്. ആഡ്സ് വേണം, ആഡ്സ് ചെയ്യേണ്ടെന്നല്ല. ഈ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സിന് പ്രൊമോഷൻസും സെലിബ്രിറ്റീസിന് ഈ പറയുന്ന ആഡ്സും തന്നെയാണ് മെയിൻ സോഴ്സ് ഓഫ് ഇൻകം. ഒരു സിനിമയിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിനേക്കാൾ എത്രയോ കൂടുതലാണ് ഒരു ആഡ് ചെയ്ത് കിട്ടുക. അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന നോർമൽ റവന്യൂവിനേക്കാൾ എത്രയോ കൂടുതലാണ് ബാക്കിയുള്ള പ്രൊമോഷൻസ് വഴി കിട്ടുന്ന പൈസ. സോ അതുകൊണ്ട് അത് ചെയ്യേണ്ടെന്നല്ല, പക്ഷെ ചെയ്യുന്ന സമയത്ത് ഏത് നല്ലത് ഏത് ചീത്ത എന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യുക. കാരണം നിങ്ങൾ വഴി ഒരുപാട് പേര് ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട്. അവരുടെ ഒന്നും ജീവിതം നശിപ്പിക്കരുത്. അതിപ്പോ പാൻ മസാല കഴിച്ചാൽ മാത്രമല്ല, ഈ പറയുന്ന ബെറ്റിംഗ് ആപ്സിലൂടെയും തന്നെ ഒരുപാട് പേരുടെ ലൈഫ് കുളം തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ പല സ്ഥലങ്ങളിലായിട്ട്. സോ ഇഫ് യു ആർ എൻ ഇൻഫ്ലുവൻസർ, ബി എ ഗുഡ് ഇൻഫ്ലുവൻസർ ആൻഡ് ജസ്റ്റ് റിമെമ്പർ, റിയൽ ഇസ് നോട്ട് റിയൽ.